അപ്പോളേ ഇന്നത്തെ നമ്മളെ ഭക്ഷണം ഇല്ലേ ഇല്ലേ മാമ്പഴ പുളിശ്ശേരി. മാമ്പഴം പുളിശ്ശേരി മധുരം ഉണ്ടാകട്ടെ. ഉഷാറാണ്. അമ്മ ഉണ്ടാക്കിയതാണ്. ഇതിൽ ലേശം ജലം, വെള്ളം, പിന്നെ കണ്ടല്ലേ മുരിങ്ങക്കായ്, അടിപൊളിയാണ്. ഇതിങ്ങനെ വേറെ വയ്ക്കുക. ഇവനാണല്ലേ നല്ലൊരു ചമ്മന്തി കാണാല്ലേ. ഇതൊരു ഭംഗിക്കൊരു മാങ്ങയാണ്. മാങ്ങ നമ്മൾ വെറുതെ എടുക്കുക, അങ്ങനെ എടുക്കുക. ഈ ചമ്മന്തിയിലൊന്നിങ്ങനെ, ഇത് മാങ്ങ ചമ്മന്തിയാണ്. ഉഷാറാണ്, വേറെ ഒന്നും വേണ്ട. ലേശം ചോറെടുക്കുക. ചോറെടുത്തിട്ട് ദൈവത്തിന് മനസ്സിൽ വിചാരിക്കാം ചോറ് കഴിക്കുമ്പോൾ. പൂജ്യ പാലമായ നമ്മൾ അറിഞ്ഞില്ലേ, അന്നെന്താ ദൈവത്തിന് സ്തുതി ഇറങ്ങല്ലേ. എന്നിട്ട് നമ്മളിങ്ങനെ അതിനൊരു ചമ്മന്തി, വീണ്ടും റിപ്പീറ്റ്, അങ്ങനെ ഉഷാറായിട്ട് കഴിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കണം. ഇതെന്താ അറിയോ, ഈ മാങ്ങാക്കാലമായി കഴിഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരി കഴിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പച്ചമാങ്ങ കിട്ടിയാലും നമ്മളിങ്ങനെ ഇങ്ങനെ കത്തി കൊണ്ട് പൂണ്ടെടുക്കാതെ അങ്ങനെ കഴിക്കുക. അപ്പോൾ ഈ പല്ലിൻ്റെ ഇടയിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ പോരും, പല്ല് വൃത്തിയാവും. പല്ലിൻ്റെ കറയൊക്കെ ഉണ്ടല്ലോ, ഈ പുളി മാങ്ങയാണിത് അച്ചാറിട ഉപയോഗിക്കുന്നത്. അത് പഴുത്ത് കഴിഞ്ഞാൽ അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ നാരിങ്ങനെ പോയിട്ട് പല്ല് വൃത്തിയാവും, പിന്നെ കറകളൊക്കെ പോവും. സത്യം. പിന്നെ ഇത് അങ്ങനെ സമ്മതി തന്നെ കഴിക്കുക.